ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ 6th ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ബിസിനസ് ആൻഡ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ട മീനിങ് എന്താണ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിലത്തെ കാര്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ തീരുമാനം എടുക്കുക. അതായത് മീൻസ് ടു നോ ബിഫോർ ഹാൻഡ്. നമുക്കത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏകദേശം അങ്ങനെ ഒരു കാര്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള മുൻകൂട്ടി കാണുക എന്നതാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ടു നോ സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് എൻ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. ഫ്യൂച്ചറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മളിപ്പോഴേ അത് ചിന്തിച്ച് വെക്കുക എന്നതാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അസംഷൻ അബൌട്ട് വാട്ട് വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. എന്തായിരിക്കാം ഭാവിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ഒരു അസംഷൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഈവൻറ്റ്സ്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഈവൻറ്റ്സിനെ നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രവചിക്കുക. അതിനെതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രഡിക്ഷൻ ആർ ഡിഫറെൻറ്റ്. രണ്ടും വ്യത്യാസമുണ്ട്. കാരണം പ്രഡിക്ഷൻ എപ്പോഴും ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് റീസെൻറ്റ് പാസ്റ്റിനെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. സോ പ്രഡിക്ഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാം. ഗോൾ ഓഫ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സാമിൻ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ദർ റെലവൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പം ഉണ്ടായ ഒരു കാര്യം കൊണ്ട് ഫ്യൂച്ചറിലുള്ള ഡെവലപ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യുക, റെലവൻറ്റ് എന്താണെന്നുള്ളത് നോക്കുക. അതാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്. എത്ര തരത്തിലാണ് ഫോർകാസ്റ്റിംഗ് ഉള്ളത്? ഒന്ന് എക്കണോമിക് ഫോർകാസ്റ്റിംഗും ഉണ്ട്, രണ്ടാമത്തെ ബിസിനസ് ഫോർകാസ്റ്റിംഗും ഉണ്ട്. അതിൽ എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ എടുക്കുന്നത്. എക്കണോമിക് ഫോർകാസ്റ്റിങ്ങിൽ ജനറൽ ആയിട്ടുള്ള ബിസിനസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, അതായത് ഇപ്പോൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഫോർകാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഫോർകാസ്റ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആക്ടിവിറ്റീസും അതിൻ്റെ സെയിൽസും മെറ്റീരിയലും ലേബറും എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഫിനാൻസും ഇൻവെസ്റ്റ്മെൻറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഫ്രീക്വൻ്റ്ലി എ ഗെയിം ഓഫ് ഗസ്സിങ്. ബിസിനസ്സിനെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും ഊഹിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇത് ഒരു സയൻറ്റിഫിക് ഗസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടും ഡിഫറെൻ്റ് ആണ്. എക്കണോമിക് ഫോർകാസ്റ്റിങ്ങും ബിസിനസ് ഫോർകാസ്റ്റിങ്ങും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. On the basis of economic and business forecasting, total sales of an industry can be easily forecasted. നമുക്ക് കിട്ടുന്ന എക്കണോമിക് ആയിട്ടും ബിസിനസ് ആയിട്ടുള്ള ഫോർകാസ്റ്റിൻ്റെ ബേസിസിൽ ഒരു ഇൻഡസ്ട്രിയുടെ ടോട്ടൽ സെയിൽസ് എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിസിൽ ഒരു ഫേമിന് ഫോർകാസ്റ്റ് ചെയ്യാം അതിൻ്റെ ഫ്യൂച്ചർ സെയിൽസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എക്കണോമിക് ഫോർകാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? റോ മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, വേണ്ട ക്വാണ്ടിറ്റിയിൽ പ്രോപ്പർ ടൈമിൽ, അതിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു ഫോർകാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് സെയിൽസ് ഡിറ്റർമിൻ ചെയ്യാനും ഫ്യൂച്ചർ പീരീഡിലെ പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് തീരുമാനിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് മൂന്നാമത്തെ പോയിന്റിൽ എക്കണോമിക് ഫോർകാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചോളം വേണ്ടത്ര തൊഴിലാളികളെയും, അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടായാലും ക്വാളിറ്റേറ്റീവ് ആയാലും നമുക്ക് ആ രീതിയിൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഫോർകാസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ, അത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിനെ സംബന്ധിച്ചോളം അവരുടെ റിക്വയർമെൻറ്റ്സ്, ഫ്യൂച്ചർ പീരീഡിൽ എത്ര ലേബർ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും. എക്കണോമിക് ഫോർകാസ്റ്റ് ഹെൽപ്പ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ്. ഇനി ഓരോ ഫേമിനും ഫ്യൂച്ചർ പീരീഡിലേക്ക് ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സിൽ നിന്നൊക്കെ എത്ര ഫണ്ട് എമൗണ്ട് റേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ അവരുടെ പ്ലാൻസ്, ക്യാപിറ്റൽ എക്സ്പാൻഷൻ ഈ ഒരു ഫോർകാസ്റ്റിൻ്റെ ബേസിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇതിന് അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ട്രെൻഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഈ ഒരു ഫോർകാസ്റ്റിൻ്റെ ബേസിൽ ഭാവിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഇൻവെൻട്രി പോളിസിയും ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയൊക്കെ ഒരു ഫേമിന് തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. ഈ ഒരു ഫോർകാസ്റ്റ് കൊണ്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കുന്നത് അതിൻ്റെ എമൗണ്ട് ഓഫ് സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ. ഒരു ഫ്യൂച്ചർ പീരീഡിൽ എത്രയാണ് സെയിൽസ്, എത്രയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നുള്ള എസ്റ്റിമേഷൻ നടത്താൻ സാധിക്കുക. അതേപോലെ തന്നെ ഈ എസ്റ്റിമേറ്റിൻ്റെ ബേസിസിൽ ഫേമിന് അവരുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാം. അല്ലെങ്കിൽ എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് എന്നുള്ളത് പറയാം. നെക്സ്റ്റ്, എക്കണോമിക് ഫോർകാസ്റ്റ് ഗിവ് വാർണിംഗ് റിഗാർഡിംഗ് മേജർ ആൻഡ് മൈനർ സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദ ഓവറോൾ ബിസിനസ് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സൈക്കിൾ
അതായത് ബിസിനസ് സൈക്കിൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടിയിട്ട് കാണാൻ സാധിക്കും. അതുവഴി നമുക്ക് പ്രോസ്പെരിറ്റി ആണോ അല്ലെങ്കിൽ ലോസസ് അവോയ്ഡ് ചെയ്യാം ഡിപ്രഷനിൽ വരുന്നത്. അപ്പോൾ ഒരു ഇൻറ്റൻസിറ്റി ബിസിനസ് സൈക്കിളിനെ എത്രത്തോളം നമുക്ക് ബാധിക്കപ്പെടും എന്നുള്ളതും അതിനെ എങ്ങനെ നന്നായി ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ സ്റ്റെബിലൈസിങ് പ്രൊഡക്ഷൻ, ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യുക, ഇൻവെൻട്രീനെ കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്യുക, എഫിഷ്യൻറ്റ് വർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ സാധിക്കും. ആൻഡ് ബെറ്റർ ഓവറോൾ മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ തമ്മിൽ നമുക്ക് തീരുമാനിക്കാൻ ഈ ഒരു എക്കണോമിക് ഫോർകാസ്റ്റിംഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇനി എക്കണോമിക് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്തൊക്കെയാണുള്ളത്? അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നെയ്വ് മെത്തേഡാണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഡസ്റ്റ് മെത്തേഡ് എന്നുള്ളത് പറയാം ഫോർകാസ്റ്റിങ്ങിൻ്റെ കേസിൽ. ഈ മെത്തേഡ് ഒരിക്കലും ഒരു സയൻറ്റിഫിക് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടൊന്നല്ല പറയുന്നത്. പ്രൊജക്ഷൻസ് ആർ മെയ്ഡ് പ്യുവർലി ബൈ ഗസ് വർക്ക് ആൻഡ് സംടൈംസ് ബൈ മെക്കാനിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചോ നമ്മളിപ്പോൾ ഇക്വേഷൻ വെച്ചിട്ടോ സിറ്റുവേഷൻ വെച്ചിട്ടോ എക്സ്പെരിമെൻറ്റോ ഒബ്സർവേഷനോ അങ്ങനെയൊന്നല്ല. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് പാസ്റ്റ് ഇയറിലെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ നമ്മൾ ഗസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ടെക്നിക്സുകൾ ഒരു കോയിനിട്ട് ടോസ് ചെയ്യാം, സിമ്പിളായിട്ടുള്ള കോറിലേഷൻ നോക്കുക, ഈവൻ സം അതർ പീപ്പിൾ സിമ്പിൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ് നെയ്വ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, കോസ്റ്റ് കുറവാണ്, സ്മോൾ ഫേംസിനൊക്കെ അത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പം ഇതൊരിക്കലും നമുക്ക് ശാസ്ത്രീയമായിട്ടൊരു മെത്തേഡ് വഴി തെളിയിക്കാനൊന്നും പറ്റില്ല. പിന്നെ എപ്പോഴും നമുക്കിത് വിശ്വസിക്കാനൊന്നും പറ്റില്ല ഈ ഒരു മെത്തേഡ്. ഇതാണ് നെയ്വ് മെത്തേഡിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സർവേ ടെക്നിക്സ് ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഇതിൽ. ഇവിടെ നമ്മൾ ബിസിനസ് ഫേംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആൻഡ് ടു ഡിറ്റർമിൻ വാട്ട് ദേ ബിലീവ് വിൽ ഒക്കർ, കുറേ ആളുകളുടെയും നമ്മൾ അഭിപ്രായങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ട? ഓരോ ആളുകളും ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സർവേ ടെക്നിക്കിൻ്റെ ഫലമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റനെയറൊക്കെ മെയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊക്കെയാണ് ഫോർകാസ്റ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മേക്കിംഗ് ഷോർട്ട് ടേം ഫോർകാസ്റ്റ് ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഫോർകാസ്റ്റിംഗ് ഓവറോൾ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് വിത്തിൻ ദ ഫേം ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ് ഒക്കെ എത്രയാണ് വരുന്നതെന്നുള്ള ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്, കോസ്റ്റ് കുറവാണ്, സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ടു സപ്ലിമെൻറ്റ് അതർ ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, മറ്റുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഫേംസും ഇൻഡിവിജ്വൽസൊക്കെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആണ് പറയുക. ആ ഒപ്പീനിയൻ തന്നെ പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് ഇവിടെ പറയാൻ പറ്റില്ല. ആൻഡ് ഈ മെത്തേഡ് ലോങ് ടേം ഫോർകാസ്റ്റിന് സ്യൂട്ടബിൾ അല്ല. ഇൻഡിവിജ്വൽസും ഫേംസും കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തോളന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡാണ്. ഈ ഒരു സർവേ ടെക്നിക്ക് പോലെ തന്നെ ഈ ഒരു മെത്തേഡിലും ക്വാളിറ്റേറ്റീവ് ടെക്നിക്കാണ്. ഈ ഒരു മെത്തേഡിൽ ചില എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ഇൻഫോംഡ് ഇൻഡിവിജ്വൽസൊക്കെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നു. അതിനെ ആ ഒരു ഒപ്പീനിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് ഫോർകാസ്റ്റിംഗ് ത്രൂ പാനൽ കൺസെൻസസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീസൺഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് എക്സ്പേർട്സ് ഓഫൺ പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ്. ഇത്തരത്തിലുള്ള എക്സ്പേർട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് വാല്യുബിൾ ആയിട്ടൊരു ഇൻസൈറ്റ് ഉണ്ടാവാൻ സഹായിക്കുന്നു. ഫോർകാസ്റ്റ് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുക, ന്യൂ പ്രൊഡക്റ്റിനൊക്കെ അത് സ്യൂട്ടബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സബ്ജക്റ്റീവാണ്, കാരണം പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ്. നാലാമത്തെ മെത്തേഡാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ചില അസംഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എക്കണോമിക് പെർഫോമൻസ്, എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ആക്ടിവിറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് ഇയറിലെ ഡാറ്റേഴ്സും ചില എക്കണോമിക് പെർഫോമൻസും പാറ്റേണും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ആക്ച്വൽ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫ് പേപ്പറിലായിരിക്കും. ആൻഡ് ഫോർകാസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ പ്രിപ്പയർഡ് ഓൺ ദ ബേസ് ഓഫ് അനാലിസിസ് ഓഫ് ട്രെൻഡ് ഓഫ് ദീസ് ഡാറ്റ. ഈ കിട്ടിയ ഡാറ്റേൻ്റെ ട്രെൻഡ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ
തീരുമാനങ്ങൾ എടുക്കുന്നത്. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ പ്രധാനമായിട്ടും ഡയറക്ഷനോ അല്ലെങ്കിൽ ട്രെൻഡും ആ ഡാറ്റയുടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സിമ്പിൾ ടെക്നിക്കാണ്, ചിലവ് കുറവാണ്, സയൻറ്റിഫിക് ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെൻ ദർ ആർ സഡൻ ഫ്ലക്ച്വേഷൻ ഒക്കെ ഡാറ്റയിൽ വരികയാണെങ്കിൽ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലും എക്സ്പീരിയൻസും ഇത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമാണ്. അഞ്ചാമത്തെ മെത്തേഡാണ് സ്മൂത്തിങ് ടെക്നിക്ക് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് അനദർ ഫോമാണ് ടൈം സീരീസിൻ്റെ ഫോർകാസ്റ്റിംഗ് മോഡലിൽ. ഈ മോഡലിൽ അസ്യൂം ചെയ്യുന്നത് ആ കിട്ടിയിരിക്കുന്ന പാറ്റേൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഓഫ് എ വേരിയബിൾ ദാറ്റ് ഈസ് ബീയിങ് ഫോർകാസ്റ്റ്. ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആവറേജ് ഓർ സെവറൽ പാസ്റ്റ് ഒബ്സർവേഷൻ, പാസ്റ്റിലത്തെ കുറേ ഒബ്സർവേഷൻസിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള സ്മൂത്തിങ് ടെക്നിക്സിൽ മൂവിങ് ആവറേജും ഫസ്റ്റ് ഓർഡർ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ റേറ്റ് കുറവാണ് അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. പിന്നെ മോസ്റ്റ് റീസെൻറ്റ് ഡാറ്റ ഗിവൺ ഗ്രേറ്റർ വെയിറ്റ് ഇൻ അനലൈസിങ് ടൈം സീരീസ് ഡാറ്റ. നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയി കിട്ടുന്ന ഡാറ്റയ്ക്ക് ആയിരിക്കും ഏറ്റവും വെയിറ്റേജ് ഇവിടെ ഉണ്ടായിരിക്കാം. ആൻഡ് അപ്ഡേറ്റ് ചെയ്യാൻ അഡീഷണൽ ഒബ്സർവേഷൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ട്രെൻഡ് ഇൻ ദ ഡാറ്റ ദ മെത്തേഡ് ഡു നോട്ട് പ്രൊവൈഡ് ആക്യുറേറ്റ് ഫോർകാസ്റ്റ്. ആ ഒരു ട്രെൻഡിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ കിട്ടിക്കൊള്ളുന്നില്ല. ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ്. ആറാമത്തെ മെത്തേഡ് ബാരോമെട്രിക് ടെക്നിക്കാണ്. ബാരോമെട്രിക് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് പ്രൊജക്ഷനും സ്മൂത്തിങ് ടെക്നിക്കും ഒക്കെ പോലെ തന്നെ ടൈം സീരീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന, അതായത് പാസ്റ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ബട്ട് ദർ ഈസ് നോ ക്ലിയർ പാറ്റേൺ ഇൻ എ ടൈം സീരീസ്. ടൈം സീരീസിൽ കൃത്യമായൊരു പാറ്റേൺ ഇല്ല. ഡാറ്റ ഓഫ് ലിറ്റിൽ വാല്യൂ ഓഫ് ഫോർകാസ്റ്റിംഗ്, അവിടെ നമുക്ക് കുറച്ച് ഡാറ്റകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ബാരോമെട്രിക് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ബേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഓൺ ദ ബേസ് ഓഫ് പ്രസൻറ്റ് ഈവൻറ്റ്സ് ഓർ ഡെവലപ്മെൻറ്റ്സ്. പ്രസൻറ്റ് ഈവൻറ്റ്സ്, ഇപ്പോൾ നടക്കുന്ന ഈവൻറ്റുകളെയും ഡെവലപ്മെൻറ്റ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ചില എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ സെലക്ട് ചെയ്യും ടൈം സീരീസിൽ ഈ വേരിയബിൾസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ലീഡിങ്, ലാഗിങ് ആൻഡ് കോയിൻസിഡൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ ചേഞ്ചസ് ഇൻ വൺ സീരീസ് ഓഫ് ഡാറ്റ കൺസിസ്റ്റൻ്റ്ലി ഒക്കർ പ്രയർ ടു ചേഞ്ചസ് ഇൻ അനദർ സീരീസ് ആണെങ്കിൽ അതിനെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വേരിയബിളിൻ്റെ മാറ്റം ബാക്കി എല്ലാറ്റിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു. ഇഫ് ചേഞ്ചസ് ഇൻ വൺ സീരീസ് ഓഫ് ഡാറ്റ കൺസിസ്റ്റൻ്റ്ലി ഒക്കർ ആഫ്റ്റർ ചേഞ്ചസ് ഇൻ അനദർ സീരീസ് ഇറ്റ് ഈസ് കോൾഡ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി അതിലത്തെ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ മാറ്റം സംഭവിക്കുന്നത് മറ്റൊരു സീരീസിൽ നടന്നതിന് ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനാണ് ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇഫ് ടു സീരീസ് ഓഫ് ഡാറ്റ ഫ്രീക്വൻ്റ്ലി ഇൻക്രീസ് ഓർ ഡിക്രീസ്, രണ്ട് സീരീസിലെ ഡാറ്റയും തുടർച്ചയായിട്ട് ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യുക ഒരേ സമയം തന്നെ, ഓൺ സീരീസ് മേ ബി റിഗാർഡ് ആസ് കോയിൻസിഡൻ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ചേഞ്ച്, എക്കണോമിക് ആക്ടിവിറ്റി വരുന്നതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഇത്. ദ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് എക്സാക്ട്ലി നോൺ. ഇതിനെ ഇൻഡിപെൻഡ് ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് എ ലീഡിങ് ഇൻഡിക്കേറ്റർ. ഒരു അണ്ടർ ഫോർകാസ്റ്റിൽ നമുക്ക് ഒരിക്കലും ലീഡിങ് ഇൻഡിക്കേറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചില ഇൻഡിക്കേറ്റേഴ്സിനെ സംബന്ധിച്ചോളം കൂടുതൽ ഡിഫിക്കൽട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ കോറിലേഷൻ പറയാനും വേണ്ടിയിട്ട്. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് റിവീൽ ഓൺലി എ ലിറ്റിൽ ഓർ നത്തിങ് അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ചസ്. ചേഞ്ച് ഉണ്ടാവുന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്കിതിലൂടെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ്, വ്യാപ്തി എത്രയാണെന്നുള്ളത് നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. ഏഴാമത്തെ മെത്തേഡാണ് എക്കണോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. അനദർ ടൂളാണ്. എക്കണോ ആൻഡ് മെട്രിക്സ് ആണ്. അപ്പോൾ എക്കണോമെട്രിക്സിൽ പ്രധാനമായിട്ടും പറയുന്നത് എക്കണോമിക് വേരിയബിൾസിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. എക്കണോമെട്രിക് മെത്തേഡ് കമ്പൈൻ ചെയ്യുന്നതിൽ എക്കണോമിക് തിയറിയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും മാത്തമാറ്റിക്കൽ മോഡലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഈ മെത്തേഡ്സിൽ മെയിനായിട്ട് പാസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സെവറൽ ആയിട്ടുള്ള സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റേൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എക്കണോമിയിൽ നിന്ന് എടുത്തിട്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ഗ്രോത്ത് മോഡൽ എക്കണോമിയുടെ നമുക്ക് ഇതിലൂടെ
ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്, ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഓഫ് ഹോൾ എക്കണോമി ഓഫ് എ പെർട്ടിക്കുലർ ബിസിനസ്, ഒരു പ്രത്യേക ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ക്ലിയർ ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാം. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇവിടെ അറിയാൻ പറ്റും. ആൻഡ് എബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ഫിനോമിന എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് ക്യാൻ അസസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ദി ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ പോളിസീസ്, അവരെടുത്ത പോളിസിയുടെ ഇമ്പാക്റ്റ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് ക്വാണ്ടിറ്റേറ്റീവിൽ തന്നെ അത് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മെത്തഡ് ഇൻവോൾവ്സ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ, ഇതിലൊരുപാട് സങ്കീർണമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. 9ാമത്തെ പോയിൻ്റാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ മെത്തേഡ്. ഇത് അനദർ അപ്രോച്ചാണ് എക്കണോമിക് ഫോർകാസ്റ്റിങ്ങിൻ്റെ. ഇതിൽ ഫോർകാസ്റ്റർ എനേബിൾ ചെയ്യുന്ന ട്രേസ് ദ ഇഫക്റ്റ് ഓഫ് എൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇൻ വൺ പ്രൊഡക്റ്റ് ടു അനദർ ഇൻഡസ്ട്രീസ്, ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് മറ്റൊരു ഇൻഡസ്ട്രിയിൽ ആ പ്രൊഡക്റ്റിന് വരുന്ന ചേഞ്ച് എന്നുള്ളതാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. ഇതിൽ ഇൻക്രീസ് ചെയ്യാൻ ഓട്ടോമൊബൈൽ ഇൻക്രീസ് ചെയ്യുമ്പം ഉറപ്പായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് ഓട്ടോ ഇൻഡസ്ട്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ സ്റ്റീൽ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, അപ്ഹോൾസ്റ്ററി ഫാബ്രിക് ഇതിനൊക്കെ വ്യത്യാസം വരും. സെക്കൻഡറി ഇമ്പാക്റ്റ് ഒക്കർ ചെയ്യുന്നത് എന്താണെന്ന് സപ്ലൈ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഹോൾസ്റ്ററി ഫാബ്രിക് അതിൻ്റെയൊക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ റിക്വയർസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫൈബർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മേക്ക് ദ ഫാബ്രിക്, അപ്പോൾ ഡിമാൻഡ് ഫോർ മെഷീനറി ഓൾസോ ഇൻക്രീസസ് റിസൾട്ട് ഓഫ് ഫാബ്രിക് ഡിമാൻഡ്. സോ ദ പാറ്റേൺ കണ്ടിന്യൂസ്, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് എ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക്, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ചിലവ് എന്താണോ ആ ചിലവ് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. 2 ടൈം പീരീഡ് നമ്മൾ എവിടേക്കാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ള കാര്യം, പിന്നെ എത്രത്തോളം ആ മോഡലിൻ്റെ ആക്യുറസി വേണം എന്നുള്ള കാര്യം, ആ റിലേഷൻഷിപ്പിൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെയാണെന്നുള്ളത്, അതേപോലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് റെഡിലി അവൈലബിൾ ആയത് എത്രത്തോളം ഉണ്ട് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും ഫാക്ടേഴ്സിന് പുറമെ നമ്മൾ ചെയ്യേണ്ടത് എടുക്കുന്ന മെത്തേഡ് ആക്യുറേറ്റും റിലയബിളും ആയിരിക്കണം. സിമ്പിളും ഈസി ടു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും വളരെ ക്വിക്കായിട്ട് അത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ കിട്ടുന്നതായിരിക്കണം. ഫോർകാസ്റ്റ് എപ്പോഴും നല്ലൊരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി ചെയ്യേണ്ടതായിരിക്കണം. ആൻഡ് കോസ്റ്റ് കുറവുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം എന്നുള്ളതാണ് പൊതുവേ നമ്മൾ ഒരു ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് അതിൻ്റെ ഇവാലുവേഷനും കൂടി ഉള്ളൊന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിനെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ആക്യുറസി എത്രത്തോളം അത് ശരിയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 മെത്തേഡ് അതിന് വേണ്ടി ഉപയോഗിക്കാം. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റും, കോറിലേഷൻ അനാലിസിസും, സാമ്പിൾ മീൻ ഫോർകാസ്റ്റ് എറർ അനാലിസിസും. അപ്പോൾ റിഗ്രഷൻ എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഈ ഒരു കോഎഫിഷ്യൻറ്റ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ എത്രത്തോളം അതിനത് അനുയോജ്യമാണ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ആവറേജ് ഫോർകാസ്റ്റ് എററൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും സ്മോളർ എറർ ആണെങ്കിലും അതിൻ്റെ ഗ്രേറ്റർ ദ ആക്യുറസി ഓഫ് ദ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക്, അതിൻ്റെ ആ ആക്യുറൻസിനെ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. കോറിലേഷൻ അനാലിസിസിൽ അവിടെ നമ്മൾ നോക്കുന്ന മെത്തേഡിൽ ഫോർകാസ്റ്റ് ചെയ്യുക വാല്യൂസ്, ആക്ച്വൽ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. കോറിലേഷൻ ഫോർകാസ്റ്റഡ് വാല്യൂസും ആക്ച്വൽ വാല്യൂവും തമ്മിലായിരിക്കും. 0.99% ഹൈലി ഡിസൈറബിൾ ആയിരിക്കും. അത് ഫോർകാസ്റ്റ് മെത്തേഡ് വളരെ ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സാമ്പിൾ മീൻ ഫോർകാസ്റ്റ് എറർ അനാലിസിസിൽ ഇവിടെയും പ്രെഡിക്റ്റ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി, സാമ്പിൾ മീൻ ഫോർകാസ്റ്റ് എററിൽ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുക, എവാലുവേറ്റ് ചെയ്യാം. യൂസ്ഫുൾ എസ്റ്റിമേഷൻ ആണ് ആവറേജ് ഫോർകാസ്റ്റിൻ്റെ എറർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിനെ പറയുന്ന വേറൊരു പേര് റൂട്ട് മീൻ സ്ക്വയേർഡ് ഫോർകാസ്റ്റ് എറർ എന്നുള്ളത്. അതിനൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം ഈ ടെക്നിക്കിന് വെച്ചാൽ റിഗ്രഷനും കോറിലേഷനും സാമ്പിൾ മീനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ 6th ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഫോർകാസ്റ്റിംഗ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി മെയിനായിട്ട് ചോദിക്കാനുള്ളത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. 9 മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. ഓരോ മെത്തേഡും നമുക്ക് 2 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം. മെത്തേഡും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ എസ്സേ ക്വസ്റ്റൻ ആയിട്ട് വരെ ഇത് ചോദിക്കാം. പിന്നെ ഒരു ക്രൈറ്റീരിയ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം.
ഇവാലുവേഷൻ 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം വളരെ ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ചെയ്ത ക്ലാസ്സുകളും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഏത് ചാപ്റ്ററിൽ നിന്നാണ് എവിടെയാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ടത് മനസ്സിലാക്കുക. മാക്സിമം അതിനനുസരിച്ച് നിങ്ങൾ ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം ജയിക്കുക എന്നുള്ളത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ടത് ഫീൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.